മനു, നീ തീർന്നടാ, നീ തീർന്ന്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പെണ്ണാണിൽ അതേ നിൽപ്പ് നിൽക്കുക, ഒരു മാറ്റവുമില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ തന്നെ കയറിയിടപെട്ടു. ഗുഡ് മോർണിംഗ് പോലും മാറി നിൽക്കണോ മുന്നീന്ന്? ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ മാഡം, എന്തു പറ്റി? ഞാനൊന്നും അറിയാത്തതുപോലെ അങ്ങ് അഭിനയിച്ചു. ഓ, കാണിച്ചതും പോരാ, ഇനി അത് തനിക്ക് ഞാൻ പറഞ്ഞു തരണം അല്ലേ? പെണ്ണ് കിടന്ന് റൈസാവുകയാണ്. അല്ല, അത് പിന്നെ താൻ കൂടുതൽ ശ്രീരാമചന്ദ്രനാകണ്ട. ഞാനെല്ലാം കണ്ടു. ഒരു ഹാൻസം വന്നേക്കണു, ശരിയാക്കി തരാൻ ഞാൻ. പെണ്ണ് ചാടിത്തുള്ളി പോണത് കണ്ട് എനിക്ക് ചിരിയാണ് വന്നത്. ഇന്നെല്ലാം ആ കടുവയോട് തുറന്നു പറയാനായിട്ടാണ് വന്നത്. അപ്പതാ അങ്ങേരും ആ പഞ്ചാര രോഗി സ്നേഹം കൂടി കൊഞ്ചി കുഴയുന്നു. എനിക്കാകെ എരിഞ്ഞു കയറി. രണ്ടിനെ ഒരു ചവിട്ട് കൊടുക്കാനാ തോന്നിയത്. പിന്നെ സാഹചര്യമോർത്തങ്ങ് കൺട്രോൾ ചെയ്തു. എന്നെ കണ്ടതും മൂപ്പറാകെ പ്ലിങ്കായി നിൽക്കുന്നു. മിണ്ടാതങ്ങ് പോരാനാന്ന് കരുതിയത്. അപ്പൊ അങ്ങേരുടെ ഒടുക്കത്തെ ഒരു അഭിനയം. പിന്നെ ഒന്നും നോക്കിയില്ല, വായിൽ വന്നതൊക്കെ അങ്ങ് പറഞ്ഞു. ഞാൻ ക്യാബിനിലെത്തിയപ്പോൾ അങ്കിൾ ഉണ്ടായിരുന്നില്ല. മേ ബി മീറ്റിംഗ് ഹാളിലായിരിക്കും. ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടണില്ല. സോ ഫോൺ എടുത്ത് FBയിൽ കയറി സെർച്ച് ഹിസ്റ്ററിൽ ആദ്യത്തെ പേര് തന്നെ മാധവ് ഹരിനാരായണനാണ്. അങ്ങേരുടെ ഫോട്ടോസ് നോക്കിയിരുന്നു. ഓരോ പിക്കും വീണ്ടും വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് എത്തി നോക്കുന്ന പോലൊരു ഫീല്. അപ്പോഴേക്കും ആ ചതിയനെൻ്റെ കയ്യും പിടിച്ചു വലിച്ച് രണ്ടാളും കൂടി കുളത്തിലേക്ക് ഒറ്റ വീഴലായിരുന്നു. ഒരുവിധം ഞാൻ നീന്തിക്കയറി, ഒപ്പം ആ കടുവയും. ഡു, താൻ എന്താടോ ഈ കാണിച്ചേ? നീ അല്ലടി പിശാചേ എന്നെ തള്ളിയത് എന്ന് പറഞ്ഞ് അവൻ എൻ്റെ കൈ പിടിച്ച് പുറകിലോട്ട് ഒറ്റ തിരി. അയ്യോ, വിടടൂ കടുവേ. എടാ അസുര, വിടടൂ. മനുവേട്ട പ്ലീസ് ഒന്ന് വിട്. അപ്പോഴാണ് ആ ദുഷ്ടൻ മെല്ലെ കൈ വിട്ടത്. ഇയാൾക്ക് ഈ കൈ തിരിക്കലിൽ ആരും കൈവിഷം കൊടുത്തതാണോ? മഹാദേവ, എൻ്റെ കൈ. അപ്പോൾ എൻ്റെ മോൾക്ക് മര്യാദയ്ക്ക് അറിയാം അല്ലേ? ഒരു കളിയോടെ പറഞ്ഞു. ഓ അതെ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാ. ഓവോ, എന്നാ ഇപ്പൊ ശരിയാക്കാം. അത്രയും പറഞ്ഞ് ആ കടുവ എൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ തിരിഞ്ഞോടി. പിന്നാലെ ആ കടുവേ. നേരെ എത്തിയത് ഹിമയുടെ മുന്നിൽ. ചേച്ചി, കല്യാണം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലല്ലോ. വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഹിമയുടെ വാക്ക് എന്നെ അതിശയിപ്പിച്ചു. സാധാരണ ഇങ്ങനെയൊന്നും പറയുക പോയിട്ട് ചിന്തിക്കാറ് പോലുമില്ല അവൾ. ഛേ, എന്നാലും തെറ്റിദ്ധരിച്ചു അവൾ. ഞാൻ ആ കടുവയെ നോക്കിയപ്പോൾ അവനും അതേ ചിന്തയിലാണ് എന്ന് എനിക്ക് തോന്നി. മുറിയിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി ഇരിക്കുമ്പോഴാണ് ഹിമ വരുന്നത്. അവളുടെ മുഖം എന്തോ പോലെയായിരുന്നു. എനിക്കും അവളെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു മടി. എന്താ എൻ്റെ ചേച്ചി പെണ്ണെ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? സോറി. അവൾ രണ്ട് ചെവിയിലും പിടിച്ച് കുഞ്ഞുകുട്ടികളെ പോലെ പറഞ്ഞു. ഒന്ന് പോടി. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഒന്നുമില്ല ചേച്ചി, കണ്ണിലൊരു കരട് പോയി. സാരല്ല, അത് പെട്ടെന്ന് എടുത്തു കളയാം. അയ്യോ, എന്നിട്ട് അത് എടുത്തു കളഞ്ഞില്ലേ? നോക്കട്ടെ. വേണ്ട, ഒന്ന് കിടക്കട്ടെ, അത് പൊക്കോളും എന്ന് പറഞ്ഞ് അവൾ കിടന്നു. എന്നാലും ഈ പെണ്ണിനിതെന്തു പറ്റി? ഓർമ്മകൾക്ക് വിരാമമിട്ടത് കൊണ്ടാണ് ദീപു ക്യാബിനിലേക്ക് കയറി വന്നത്. അനു, എന്താ ദീപു? അടുത്ത ആഴ്ച ഒരു സെലിബ്രേഷൻ ഉണ്ട്. ക്യാൻ യു ഗസ് ഇറ്റ്? അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വെഡ്ഡിങ് ഡേ. ഐ എം റൈറ്റ്? യെസ്. ഞാൻ കരുതി താൻ മറന്നു കാണുമെന്ന്. നമുക്ക് പൊളിക്കണ്ടേ? പിന്നല്ലാതെ. അങ്ങനെ ഞാനും ദീപുവും കൂടി വെഡ്ഡിങ് ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ ഒന്ന് മുഖം കാണിച്ചതാണ് തമ്പുരാട്ടി. പിന്നെ കണ്ടില്ല. എന്തായാലും പെണ്ണിനെ ഒന്ന് കണ്ടുവരാമെന്ന് കരുതി ഞാൻ അവളുടെ ക്യാബിനിലേക്ക് ചെന്നത്. ഡോറ് തുറന്ന് കയറുമ്പോൾ അവളും ആ കട്ടുറുമ്പും എന്തോ കാര്യമായ ചർച്ചയിലാണ്. എന്നെ കണ്ട് രണ്ടുപേരും നോക്കി. എന്താ ഡോക്ടർ? ആ കട്ടുറുമ്പാണ് ചോദിച്ചത്. അത് ദീപു, ഞാൻ ആ ഡോക്ടറോട് വരാൻ പറഞ്ഞത് കുറച്ച് ഫയൽസിനെ പറ്റി സംസാരിക്കാൻ. പെണ്ണിടയിൽ കയറി പറഞ്ഞു. ഓക്കെ, എന്നാൽ നിങ്ങൾ സംസാരിക്കുക. അതും പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് തട്ടിയിട്ട് ആ കട്ടുറുമ്പ് ഇറങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ ദേഷ്യം നെറുകയിലെത്തി. ഡി, ഏതു നേരം നീ എന്തിനാടി ഈ കുരിപ്പിൻ്റെ ഒപ്പം നടക്കണേ? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയാണ് വായിൽ വന്ന് പോയത്. അതിന് തനിക്കെന്താ കുഴപ്പം? താൻ ആരാ എൻ്റെ? അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും എൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അറിയില്ലേ നിനക്ക് ഞാൻ ആരാണെന്ന്? പറയടി, എൻ്റെ കണ്ണിൽ നോക്കി പറ, ഞാൻ നിന്റെ ആരും. ഞാൻ പറഞ്ഞു തീരും മുൻപേ പെണ്ണിൻ്റെ വാ പൊത്തി. പിന്നെ മനുവേട്ട എന്ന ഏങ്ങലടിയോടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മനുവേട്ട, മീരയെന്നും മനുവിൻ്റെയാണ്, മനുവിൻ്റെ മാത്രം. ഒരിക്കൽ പോലും ഈ നാവിൻ തുമ്പിൽ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞു പോകരുത്. അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ഇതേ സമയം വിശ്വനാഥനും ദേവനും മറ്റൊരു തീരുമാനം എടുക്കുകയായിരുന്നു. വിശ്വ, ഇനിയും മനുവിൻ്റെ ദീപുവിൻ്റെ കാര്യം നീട്ടിക്കൊണ്ടു പോണോ?
അതാ ഞാനും ആലോചിക്കണ ദേവാ. എന്ന് നമുക്ക് ഇത് അനുവിനോട് അവതരിപ്പിച്ചാലോ? വേണ്ട ദേവ, അനുയോജ്യമായ സമയത്ത് മതി, ആവേശം വേണ്ട. എന്നതായാലും ശരി, അനു ദീപുവിൻ്റെയാ, ദീപുവിൻ്റേത് മാത്രം. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. വിഷ്ണുനും ദേവനും പരസ്പരം കൈകൊടുത്തോണ്ട് പറഞ്ഞു. ദീപു പെട്ടെന്ന് കവിളിൽ തട്ടിയപ്പോൾ ഞാനും ഒന്ന് അമ്പരന്നു. കടുവയുടെ നോട്ടം കണ്ടാലേ അറിയാം കലിപ്പാണ് എന്ന്. രാവിലെ സ്നേഹയുമായി എന്തായിരുന്നു കൊഞ്ചൽ. അപ്പോ ഒരു പണി തിരിച്ചും കൊടുക്കണമെന്നേ ഞാനും കരുതിയുള്ളൂ. എന്നാൽ പെട്ടെന്ന് തന്നെ കണ്ണീന്ന് പൊന്നീച്ച പറന്നു. ഒന്നേ നോക്കിയുള്ളൂ ഞാൻ ആ കണ്ണിലേക്ക്. അത് മതിയായിരുന്നു എനിക്ക് എന്നെ നഷ്ടപ്പെടാൻ. ആ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. എത്ര നേരം ആ നിൽപ്പ് തുടർന്നു എന്ന് എനിക്കറിയില്ല. അടർന്നു മാറാൻ ഞാനും അടർത്തി മാറ്റാൻ ഏട്ടനും ശ്രമിച്ചില്ല. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ് ഹിമ. ഇനി അങ്ങോട്ട് ഒരു നിശ്ചയവുമില്ല. ഇത്രയും നാൾ പേടിയില്ലാതെ തല ചായ്ക്കാൻ ഒരിടമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഇത്ര സ്ട്രോങ്ങായി താൻ മൊഴി കൊടുത്തിട്ടും ശിക്ഷയിൽ ഇളവ് സംഭവിച്ചില്ലെങ്കിൽ അതിനു പിന്നിൽ അയാൾ മാത്രമാണ്, ശേഖരൻ. ഇത് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അയാളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആയുധമാക്കുകയാണ് തന്നെ. ഇല്ല, ഇനി അതിനെ അനുവദിക്കില്ല. പക്ഷേ അയാൾക്ക് മീര ചേച്ചിയോട് എന്തിനിത്ര ശത്രുത? അവൾ ഓരോന്ന് ആലോചിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്നൊരു കാറ് വന്ന് അവൾക്ക് അഭിമുഖമായി നിന്നു. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. ഐസക് സാർ? ഐസക് അവളുടെ അടുത്തേക്ക് ചെന്നു. ഹിമ, കൂടുതലൊന്നും ചോദിക്കരുത്. ഐ വാണ്ട് ടു ടോക്ക് ടു യു പ്ലീസ്. അയാൾ ഡോറ് തുറന്ന് അവളോട് പറഞ്ഞു. ഓക്കെ സാർ. ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കുമ്പോഴും എന്തിനായിരുന്നു ഈ നാടകം മീര? ജീവനോടെ ഉണ്ടായിട്ടും നീ എന്താ തിരിച്ചു വരാഞ്ഞേ? അത്രമാത്രം വെറുത്തോ നീ ഞങ്ങളെ? ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് അന്ത്യകർമ്മം ചെയ്യേണ്ടി വന്നവനാടോ ഞാൻ? എന്നെ ഓർക്കേണ്ട തൻ്റെ അച്ഛൻ, ശ്രീദേവി അമ്മ, എൻ്റെ അമ്മ, മുത്തശ്ശി, ഇവരെയൊക്കെ ഓർത്തോ താൻ? താൻ പോയി അന്ന് കിടപ്പിലായതാ മുത്തശ്ശി, അറിയോ നിനക്ക്? എൻ്റെ മുത്തൂന് എന്താ പറ്റിയത്? താങ്ങാവുന്നതിൽ കൂടുതൽ ദുഃഖമായിരിക്കാം. കാരണം ഒരു വശം തളർന്നു പോയി. മുത്തു, എനിക്ക് തേങ്ങലടക്കാനായില്ല. പറ മീര, എന്താ ഉണ്ടായത്? ഞങ്ങളെയൊക്കെ അകറ്റാൻ മാത്രം എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? സമ്മതിക്കുന്നു, തെറ്റുകൾ എൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറം എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പറയടോ ഒന്ന്. പറയാം മനുവേട്ട, പറയാം. ആ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അന്നു രാത്രി നടന്നതൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തു. ഇതേ സമയം മറ്റൊരിടത്ത്. ഹിമ, എനിക്ക് തന്നോട് സംസാരിക്കണമായിരിക്കും അല്ലേ സാർ? അതെ. എടോ, താൻ എന്തിനാ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റെടുത്തത്? ചെയ്യാത്ത തെറ്റോ? ഹിമ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ സാറൊക്കെ അറിഞ്ഞു അല്ലേ? യെസ്. ഞാൻ എൻ്റെ ചേച്ചിയുടെ ജീവൻ എടുത്തില്ല. പറഞ്ഞത് ശരിയാ. എന്നാൽ ഞാൻ തകർത്തത് അവളുടെ ജീവിതമാണ്. ഒരുപക്ഷെ അന്ന് ആ രാത്രി അവിടെ നടന്ന സംഭവങ്ങൾക്കെല്ലാം മനഃപൂർവ്വമല്ലെങ്കിലും ഞാനാ കാരണക്കാരി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാരിട്ടൊഴുകിക്കൊണ്ടിരുന്നു. ഹിമ പ്ലീസ്, ഇപ്പൊ മീരയെ രക്ഷിക്കാൻ തനിക്കേ പറ്റൂ. അന്ന് നടന്നത് എന്തായിരുന്നു? ശരിക്കും ആരാണ് ആ മറഞ്ഞിരിക്കുന്ന ശത്രു? ഞാനത് പറഞ്ഞാലും സാറിനെന്ത് ചെയ്യാൻ കഴിയും അയാളെ? അയാൾക്ക് സൊസൈറ്റിയിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. സത്യം പറഞ്ഞാൽ ആട്ടിൻതോലിട്ട ചെന്നായ. അറിയാം ഹിമ, ശേഖർനാഥിനെ തളയ്ക്കാൻ അത്ര ഈസി അല്ലെന്ന്. പക്ഷേ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? സർ, അത് സാറിനെങ്ങനെ? അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല. ഐസക് ഹിമയെ നോക്കി. പെണ്ണ് പറഞ്ഞത് കേട്ട് ഞാനും ആകെ ഷോക്കായി. അപ്പോൾ ഹിമ, അവൾ എന്തിനു വേണ്ടി? അറിയില്ല മനുവേട്ട എനിക്ക്. പക്ഷേ ഒന്നറിയാം, ഇന്ന് ചെയ്യാത്ത തെറ്റിനാ എൻ്റെ കുട്ടി ശിക്ഷ അനുഭവിക്കണേ. എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കണേ. അവൾക്ക് തുണയായി നല്ലൊരു ഏട്ടനായി മനുവേട്ടൻ കൂടെ വേണം. അതും പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഇങ്ങനെ കരയില്ല പെണ്ണെ. പലപ്പോഴും നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിസ്സഹായനായി നിന്നവനാ ഞാൻ. ചിലപ്പോഴൊക്കെ അറിയാതെയെങ്കിലും അതിന് ഞാൻ കാരണവുമായി. ഇനി ഈ കണ്ണ് നിറയരുത്. അത് ഇനി ഞാൻ അനുവദിക്കില്ല. മനുവേട്ടൻ എൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ചു. പെട്ടെന്നാണ് എൻ്റെ ഫോൺ റിംഗ് ചെയ്തത്. അങ്കിളാണ്. ഹലോ അങ്കിൾ. അനു, നീ എവിടെ? നേരം എത്രയായി? അപ്പോഴാണ് ഞാൻ ടൈം നോക്കണേ. 9 മണി ആയിട്ടുണ്ട്. ഇതാ എത്തി അങ്കിൾ. കുറച്ച് ഫയൽസ് നോക്കിയിരുന്നതാ, അതാ വൈകിയേ. ഞാൻ ഫോൺ കട്ട് ചെയ്ത് മനുവേട്ടനോട് പറഞ്ഞു, പോവാം, സമയം ഒത്തിരിയായി. പെട്ടെന്നാണ് ആ കടുവ എന്നെ വലിച്ച് നെഞ്ചിലേക്ക് അടുപ്പിച്ചത്. പോവാം, പക്ഷേ അതിനു മുൻപ് താ. എന്ത്? ദേ ഇവിടെ ഈ കവിളിൽ ഒന്ന് താ. കടുവയുടെ പറച്ചിൽ കേട്ട് എനിക്ക് ചിരിയാണ് ആദ്യം വന്നത്. ആ തരാം, പക്ഷേ കണ്ണടക്കണം. ഓക്കെ. മൂപ്പര് കണ്ണടച്ച് നിന്നു. ഞാൻ മെല്ലെ അടുത്ത് ചെന്ന് കവിളത്തേക്ക് അധികം വേദനിക്കാതെ ഒരടി വെച്ചു കൊടുത്തു. ഡി, എന്തു പറ്റി ചേട്ടാ?
നിങ്ങൾ കവിളിലത്തേക്ക് ഒന്ന് തരാൻ പറഞ്ഞു, ഞാൻ തന്നു. എന്തേ, ഇനി വേണോ? വേണ്ട മോളെ, സേട്ടൻ ഇനി സ്നേഹയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളാം. എന്തേ, പോരെ? ദീപുവിനെ ഞാൻ വിളിക്കണോ? കവിളിൽ കിട്ടിയതിൻ്റെ ചൂട് നിനക്ക് മാറിയോ വാവേ? ഞാൻ കവിളത്ത് കൈവച്ച് പല്ലിളിച്ച് കാണിച്ചു. വേണോ? പുടക്കൊടുവേ. ഇനി അവിടെ നിന്നാൽ എൻ്റെ അടുത്ത കരണം കൂടി പുകയുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം പാർക്കിങ്ങിലേക്ക് ഓടി. സാറിന് എങ്ങനെ അറിയാം ഇതിനു പിന്നിൽ ശേഖരനാണെന്ന്? ഹിമ ആകാംക്ഷയോടെ ഐസക്കിനെ നോക്കി. എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് മീരയും അയാളും തമ്മിൽ ഒരു റിലേഷനുമില്ല. മാത്രവുമല്ല, ഈ ഇൻസിഡന്റിന് മുൻപ് ഒരിക്കൽ പോലും അവർ മീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ മീര പറഞ്ഞ ആ മോതിരം, ചുവന്ന കല്ലിൽ കറുത്ത നാഗപടം കുത്തിയ ആ മോതിരം, അതാണ് അയാൾക്ക് നേരെയുള്ള തെളിവായി കിട്ടിയത്. ഹിമയൊന്ന് ഞെട്ടി. എന്താ പറഞ്ഞേ? ചുവന്ന കല്ലിൽ കറുത്ത നാഗപടമോ? ആ മോതിരം ഞാൻ മറ്റെവിടെയോ? അതിരിക്കട്ടെ, ഇത് നിങ്ങളോടാരാ പറഞ്ഞേ? മീരേച്ചിയോ? അതിനർത്ഥം എൻ്റെ മീരേച്ചി ജീവിച്ചിരിക്കുന്നു എന്നല്ലേ? കണ്ടോ നിങ്ങൾ എൻ്റെ മീരേച്ചിയെ? എന്നിട്ടെന്താ മീരേച്ചി തിരിച്ചു വരാഞ്ഞേ? ഒന്ന് കാണിക്കാവോ എന്നെ? അല്ലേൽ വേണ്ട, വെറുപ്പായിരിക്കും എന്നോട്. ഒരനിയത്തിയും ചേച്ചിയോട് ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹമാണ് ഞാൻ എൻ്റെ മീരേച്ചിയോട് ചെയ്തത്. ഹിമ കരച്ചിലടക്കാൻ ആയാസപ്പെട്ടു. ഹിമ, കൂൾ, മീര സേഫാണ്. തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ബട്ട് ഇപ്പോൾ തനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഐ ആം ഹെൽപ്ലെസ്. തനിക്കറിയാലോ, മീര ജീവനോടെ ഉണ്ടെന്നെങ്ങാനും അയാൾ അറിഞ്ഞാൽ? അയാൾ അറിഞ്ഞു കഴിഞ്ഞു സർ. നിർവികാരതയോടെ ഹിമ പറഞ്ഞത് കേട്ട് ഐസക് ഒന്ന് ഞെട്ടി.